മക്കളെ ഞാൻ നിൽക്കണിപ്പോൾ മഹാരാഷ്ട്രയിലെത്തി. കേരളത്തിലുള്ള വണ്ടിയാണ് ഈ വരുന്നത്. യു പിന്ന് 50 വണ്ടി യു പിന്നെ വണ്ടികൾ. എന്താ കേരളത്തിൽ വണ്ടി ഇല്ലായിട്ട് ബി ജെ പിക്ക്? ഉണ്ടോ യു പിയിലെ വണ്ടികൾ? സത്യം പറഞ്ഞ നല്ലൊന്ന് ശ്രദ്ധിച്ചോണ്ടിട്ട് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പോരാണ് ബി ജെ പിന്റെ വണ്ടികൾ. കാരണം അവര് കുറച്ചൊന്നുമില്ല പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. സാബുനുണ്ട് ഇന്ത്യയിൽ കേരളത്തിന്റെ പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മറ്റ് സ്റ്റേറ്റുകൾ ഇല്ല വേണം പറയാൻ. അതുംപാട് മിക്കവാറും കൊളാക്കുന്ന തോന്നുന്നത്. ഇലക്ഷൻ പ്രചരണ ഭാഗമായിട്ട് വരുന്ന വണ്ടികൾ ഇതൊക്കെ. ഇതിനെ വിമർശിച്ച് വരുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കേരളത്തെ മറ്റുള്ള സ്റ്റേറ്റിനൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവും, കേരളത്തിൽ മൊത്തം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേരള ബോർഡർ കടക്കുമ്പോൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാത്രം പോരാ, ഓരോ പാർട്ടിൻ്റെ നേതാക്കളും വേണം. പിന്നെ എലക്ഷൻ എണ്ണിത്തീരുന്നത് വരെ പാർട്ടിക്കാർ എപ്പോഴും ആ മെഷീൻ്റെ കൂടെ കാവലും നിന്നോണ്ടി. എല്ലാം തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം അവരിത്രയും ഒരു കോൺഫിഡൻസ് ലെവലോടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കളികളുണ്ടാവും. കാരണം കേരളം ഇപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് പോണത്. എന്തിനാ വെറുതെ വർഗീയത ഉണ്ടാക്കി കൂട്ടണം? ഇവർ വന്നാൽ മിക്കവാറും തന്നെ നടക്കുക. കാരണം മറ്റുള്ളിടത്തൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, അതിൻ്റെ ബാക്കിയല്ല ഇപ്പോൾ ഇതും.